വരുമോ? അച്ചു, അരുൺ, പിഷാരടി, വിജയൻ അങ്ങനെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ തേടി മുന്നണികളുടെ ചർച്ചകൾ തുടങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വാശിയേറിയ കടുത്ത പോരാട്ടത്തിനൊരുങ്ങി പല മണ്ഡലങ്ങളും. തൃപ്പൂണിത്തുറ അടക്കമുള്ള മണ്ഡലങ്ങൾ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. തൃപ്പൂണിത്തുറയുടെ ചരിത്രത്തിൽ ആദ്യമായി നഗരസഭാ ഭരണം BJP പിടിച്ചെടുത്തതിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുള്ളതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊരുങ്ങുകയാണ് മൂന്ന് മുന്നണികളും. VIP താര സ്ഥാനാർത്ഥികൾക്കായി കളം ഒരുങ്ങുകയാണ് തൃപ്പൂണിത്തുറയിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സിറ്റിംഗ് MLA K. ബാബു വീണ്ടും മത്സരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ചലച്ചിത്ര താരം രമേശ് പിഷാരടിയെ തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. 2021 രമേശ് പിഷാരടിയുടെ പേര് പരിഗണിച്ചിരുന്നു. മണ്ഡലത്തിലെ ഈഴവ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും. M. ലിജു, രാജു P. നായർ എന്നിവരുടെ പേരുകളും കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട്. K. ബാബു വീണ്ടും മത്സരിക്കാൻ തയ്യാറല്ലെന്ന് അറിയിച്ചാൽ മാത്രമായിരിക്കും ഈ പേരുകൾ പരിഗണനയിലെത്തുക. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തൃപ്പൂണിത്തുറ M. സ്വരാജിൽ നിന്ന് 992 വോട്ടുകൾക്കാണ് K. ബാബു തിരിച്ചു പിടിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ വോട്ട് നില മെച്ചപ്പെടുത്താൻ സാധിച്ചത് നിയമസഭയിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. നഗരപ്രദേശങ്ങൾ ഒഴിച്ചാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിന് അല്പം ആശ്വസിക്കാവുന്ന ഫലമായിരുന്നു തൃപ്പൂണിത്തുറയിൽ. ഇത്തവണ BJP ചരിത്ര വിജയം കുറിച്ചെങ്കിലും നിയമസഭയിലും ഇതേ പിന്തുണ BJPക്ക് തൃപ്പൂണിത്തുറയിൽ ലഭിക്കാനിടയില്ല. മണ്ഡല പുനർനിർണയത്തോടെ LDF അനുകൂല മണ്ഡലമായി മാറിയതാണ് തൃപ്പൂണിത്തുറ. എന്നാൽ CPMലെ പടലപ്പിണക്കങ്ങളും വിഭാഗീയതയും ഗ്രൂപ്പ് പോരും BJPക്ക് മുതൽക്കൂട്ടായി. വാശിയേറിയ പോര് നടക്കുമ്പോൾ M. സ്വരാജ്, കൊച്ചി മുൻ മേയർ M. അനിൽകുമാർ എന്നിവരുടെ പേരുകളാണ് LDFൽ ഉയർന്നു കേൾക്കുന്നത്. അതേസമയം BJPയുടെ തുറപ്പുചീട്ടായ തൃപ്പൂണിത്തുറയിൽ VIP സ്റ്റാർ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. മേജർ രവി, TP സെൻകുമാർ, KVS ഹരിദാസ് എന്നീ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. മധ്യകേരളത്തിൽ BJP ശക്തി തെളിയിച്ച ഏക സ്ഥലമെന്നിരിക്കെ തൃപ്പൂണിത്തുറയിൽ വാശിയേറിയ പോരാട്ടത്തിനാണ് കളം ഒരുങ്ങുന്നത്. തൃപ്പൂണിത്തുറയിലെ ഇടതുകോട്ട തകർത്തെറിഞ്ഞാണ് ഇത്തവണ BJP ഭരണം പിടിച്ചത്. 21 സീറ്റുകൾ നേടിയ BJP സിറ്റിംഗ് ഭരണകക്ഷിയായ LDFനെ 20 സീറ്റുകളുമായി രണ്ടാമതാക്കുകയായിരുന്നു. അതേസമയം 12 സീറ്റുകൾ നേടി UDF ഇത്തവണ നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ 17 സീറ്റുണ്ടായിരുന്ന BJP ഇത്തവണ 21 സീറ്റിലേക്ക് ഉയർന്നപ്പോൾ 23 സീറ്റുണ്ടായിരുന്ന LDFന് 20 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും CPMന്റെയും വജ്രായുധങ്ങളായി മാറുമോ? നടന്മാരായ രമേശ് പിഷാരടിയും ആസിഫ് അലിയും ഉണ്ണി മുകുന്ദനും സ്ഥാനാർത്ഥി വേഷത്തിൽ ഇറങ്ങുമോ? ജനവിധി തേടി ഇറങ്ങി PT ഉഷയും ഫുട്ബോൾ താരങ്ങൾ IM വിജയനും U. ഷറഫ് അലിയും കളം നിറയുമോ? ചോദ്യങ്ങൾ നിരവധിയാണ്. ജെൻസി കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾക്കായുള്ള നെട്ടോട്ടത്തിലും അന്വേഷണത്തിലുമൊക്കെയാണ് പാർട്ടികൾ. അന്തരിച്ച നേതാക്കളുടെ മക്കൾ മുതൽ ബ്യൂറോക്രാറ്റുകൾ വരെ സാധ്യതാ പട്ടികയിലുണ്ട്. അരുൺകുമാർ കായംകുളത്ത് മത്സരിക്കുകയാണെങ്കിൽ മുൻമന്ത്രി തച്ചടി പ്രഭാകരന്റെ മകൻ IAS ഉദ്യോഗസ്ഥനായിരുന്ന ബിജു പ്രഭാകരനെ ഇറക്കി ചെക്ക് വയ്ക്കാനാണ് കോൺഗ്രസിന്റെ പ്ലാൻ. ബിജു മനസ്സ് തുറന്നിട്ടില്ല. സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച കണ്ണൻ ഗോപിനാഥനും കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയിലുണ്ട്. ഏതായാലും തൃപ്പൂണിത്തുറയിൽ K. ബാബു മത്സരിക്കാനില്ലെങ്കിൽ രമേശ് പിഷാരടിയുടെ പേര് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ട്. പാലക്കാടും ആ പേര് കേൾക്കുന്നു. BJP ക്യാമ്പിലെ സർപ്രൈസ് ലിസ്റ്റിൽ ഉണ്ണി മുകുന്ദന്റെ പേരുണ്ട്. തൊടുപുഴയിൽ ആസിഫ് അലിയുടെ പേര് CPM കേന്ദ്രങ്ങളിൽ ഉയർന്നെങ്കിലും സിനിമ വിട്ടിറങ്ങാൻ തയ്യാറാകുമോ എന്ന് സൂചനയില്ല. പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ സാഹിത്യകാരൻ ബെന്യാമിന്റെ പേരും CPM ക്യാമ്പിൽ ഉയർന്നു കേൾക്കുന്നു. വടക്ക് BJPക്ക് സാധ്യതയുള്ള മണ്ഡലത്തിൽ രാജ്യസഭാംഗവും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ PT ഉഷയെ പരിഗണിച്ചേക്കുമെന്നാണ് അഭ്യൂഹം. വണ്ടൂരിൽ കോൺഗ്രസിലെ AP അനിൽകുമാറിനെതിരെ IM വിജയനെ നിർത്തിയാലോ എന്നും CPM ആലോചനയുണ്ട്. ഏറനാട് LDF സ്വതന്ത്രനായി ഷറഫ് അലിയുടെ പേരും കേൾക്കുന്നു.